സുപ്രീം കോടതിയിൽ അവസാന പ്രതീക്ഷയർപ്പിച്ചു കാത്തിരുന്ന ബാലഗോപാലിന് കോടതി ഉത്തരവ് വൻ പ്രഹരമായി മാറി. കട്ടക്കലിപ്പിലാണ് മന്ത്രി. ധനവകുപ്പിനെയും സർക്കാരിനെയും ഇന്ന് കാണുന്ന പ്രതിസന്ധിയിൽ എത്തിച്ചത് മുൻ ധനമന്ത്രി തോമസ് ഐസക് ആണെന്നാണ് ബാലഗോപാലിന്റെ പ്രതികരണം. ബാലഗോപാലിന്റെ വിശ്വസ്തരായ ധനകാര്യ വിദഗ്ധരെല്ലാം ഐസക്കിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. എല്ലാം തകർത്തു മുടിച്ച ഐസക്കിന്റെ നയങ്ങൾക്കാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് പ്രഹരമേറ്റതെന്നും ബാലഗോപാൽ പറയാതെ പറഞ്ഞു. പുതിയ സാമ്പത്തിക വർഷത്തിൽ മുന്നോട്ട് പോകാനാവാതെ പകച്ചു നിൽക്കുകയാണ് മന്ത്രി. ഇലക്ഷൻ തീരുന്നതുവരെ കേന്ദ്രത്തെ കുറ്റം പറയാൻ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വ്യക്തമല്ല. കൂടുതൽ കടമെടുക്കുന്നതിന് അനുമതി തേടി സുപ്രീം കോടതിയെ സമീപിച്ച കേരളത്തിന് തിരിച്ചടിയായത് 2016 മുതൽ 2020 വരെ എടുത്ത അധിക കടമാണ്. 2016 മുതൽ 2020 വരെ ഐസക്കായിരുന്നു ധനമന്ത്രി. ഈ കാലയളവിൽ എടുത്ത അധിക കടം പിന്നീടുള്ള വർഷങ്ങളിലെ കടപ്പരിധിയിൽ കുറവ് വരുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. 2021 മുതൽ വെട്ടിക്കുറച്ചത് 26,619 കോടിയുടെ കടപരിധിയാണെന്നും സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിലെ കെടുകാര്യസ്ഥത കാരണമുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. 2016 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 14,479 കോടി രൂപ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഇത് കിഫ്ബിയിലൂടെ മാത്രം എടുത്ത കടമാണെന്നും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ഇതിനു പുറമെ മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിരുന്നു. 2016 മുതലുള്ള 4 വർഷങ്ങളിൽ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്നും സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ടെന്നും സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ 14 ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ എടുത്ത ഈ കടം 15ാം ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ വെട്ടിക്കുറയ്ക്കാനാകില്ലെന്നായിരുന്നു കേരളത്തിന്റെ വാദം. എന്നാൽ 15ാം ധനകാര്യ കമ്മീഷന്റെ തുടക്കം മുതൽ കേരളത്തിന്റെ കടപ്പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തുന്നുണ്ട് എന്ന കേന്ദ്രവാദം സുപ്രീം കോടതി തങ്ങളുടെ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 9,197 കോടിയും 15 ലക്ഷം, 2022-23 13,067 കോടി 78 ലക്ഷം, 2023-24 4,354 കോടി 72 ലക്ഷം രൂപയുമാണ് കടപ്പരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത്. ഫലത്തിൽ തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ എടുത്ത അധിക കടത്തിന് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ കടപ്പരിധിയിൽ 26,619 കോടിയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം ഇതുവരെ വരുത്തിയത്. ഒരു ധനകാര്യ കമ്മീഷന്റെ കാലയളവിൽ സംസ്ഥാനം കൂടുതൽ കടമെടുത്താൽ അടുത്ത ധനകാര്യ കമ്മീഷന്റെ കാലയളവിലെ കടപ്പരിധിയിൽ കേന്ദ്ര സർക്കാരിന് കുറവ് വരുത്താമെന്നാണ് തങ്ങളുടെ പ്രാഥമിക വിലയിരുത്തലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കേണ്ടത് കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിൽ ഭരണഘടനാ ബെഞ്ചാണെന്നും കോടതി തങ്ങളുടെ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭരണഘടനാ ബെഞ്ചിൽ പോയിട്ട് കാര്യമില്ലെന്ന് സർക്കാരിനറിയാം. അധിക കടമെടുപ്പിന് അനുമതി നൽകിയില്ലെങ്കിൽ പെൻഷൻ ഉൾപ്പെടെയുള്ളവയുടെ വിതരണം പ്രതിസന്ധിയിലാകുമെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ഇടപെടൽ കാരണം കേരളത്തിന് 13,608 കോടി രൂപ കടമെടുക്കാൻ കഴിഞ്ഞുവെന്നും അതിനാൽ പ്രതിസന്ധി ഭാഗികമായി തരണം ചെയ്യാൻ കഴിഞ്ഞുവെന്നാണ് സുപ്രീം കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അധിക കടമെടുക്കാൻ കേരളത്തിന് അനുകൂലമായി ഉത്തരവിറക്കാനാകില്ലെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, കെ വി വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ലെന്നും തൽക്കാലം കടമെടുപ്പിന് കേന്ദ്രത്തിന്റെ നിബന്ധന പാലിക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. 1 വർഷം അധിക കടമെടുത്താൽ അടുത്ത വർഷത്തിൽ നിന്ന് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി വ്യക്തമാക്കി.